വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. അസമിലും മേഘാലയയിലും റെഡ് അലർട്ടാണ്. മണിപ്പൂരിൽ 19,000-ലധികം പേർ ദുരിതത്തിലാണ്. 3000 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിനീത വി ജി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, മഴയ്ക്കവിടെ ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? നിലവിലെ സാഹചര്യം എന്താണ് വിനീത? ഉന്മേഷ്, കഴിഞ്ഞ 4 ദിവസമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുക തന്നെയാണ്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന അലർട്ടുകൾ അനുസരിച്ച്, മുന്നറിയിപ്പ് അനുസരിച്ച് അസമിലും മേഘാലയയിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. മണിപ്പൂർ, മിസോറാം, ത്രിപുര, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മഴ ശക്തമായതോടെ മണിപ്പൂരിൽ മാത്രം ഏതാണ്ട് 19,000-ലും അധികം ആളുകളാണ് ആ മേഖലയിൽ ദുരിതത്തിലായത്. 3000-ലധികം വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. അസമിലും സിക്കിമിലും ത്രിപുരയിലും അടക്കം വലിയ രീതിയിലേക്കുള്ള വെള്ളക്കെട്ടും പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഉണ്ടായിരുന്നത്. നിരവധി കുടുംബങ്ങൾ, അസമിൽ 10,000-ലധികം കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്ക് ഇന്നലെ വരെ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ 34 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായും ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രളയ സാഹചര്യം നേരിടുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രം. നിലവിലും ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നും മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ പല മേഖലകളിലും, അസമിൽ ഉൾപ്പെടെ പല മേഖലകളിലും സിക്കിമിലുമൊക്കെ വലിയ രീതിയിലേക്കുള്ള മഴ കനത്തതോടെ ആ മേഖലകളിലൊക്കെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിലൊക്കെ യാത്ര ഒഴിവാക്കണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഉന്മേഷ്.